നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. കോടതിയിൽ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവ് എന്നുമാണ് വിമർശനം. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്നും കോടതി കുറ്റപ്പെടുത്തി. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ വിമർശനമുണ്ടായത്. ഗുഡ് ഈവനിംഗ് 24-ൽ ഇന്ന് അതിഥിയായി അഡ്വക്കേറ്റ് TB മിനി തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് TB മിനി, ഗുഡ് ഈവനിംഗ്. ഇനിയിപ്പോൾ ഈ കോടതിയുടെ വിമർശനം, അതായത് വിചാരണ കാലയളവിൽ 10 ദിവസം മാത്രമാണ് കോടതിയിൽ ആകെ ഹാജരായിട്ടുള്ളത്. അത് തന്നെയും കുറച്ച് സമയം, ആ സമയത്തൊക്കെ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ്. ഒരു അഭിഭാഷകയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിമർശനം ഇതിനു മുൻപൊന്നും ഏതെങ്കിലും ഒരു കോടതി ഇങ്ങനെ ഒരു വിമർശനം നടത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല. ഇത് അങ്ങേയറ്റം അപമാനകരമായൊരു വിമർശനമല്ലേ അഡ്വക്കേറ്റ് TB മിനി? തീർച്ചയായിട്ടും അതായത് ഇതിൻ്റെ ഒരു ഞാൻ എന്താണാവോ ഈ കോടതി, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ കോടതിയിൽ. ഇന്നത്തെ കേസ് നിങ്ങൾ അറിയണം, ഈ ട്രയലൊക്കെ കഴിഞ്ഞു, ജഡ്ജ്മെൻറ്റും വന്നു. ഞാനൊരു 2-2.5 വർഷക്കാലമായി എൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കോടതിയിൽ റോളൊന്നുമില്ല. പക്ഷേ ആസ് വിക്ടിം ലോയർ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ് എൻ്റെ ജോലി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഓഫീസിലെ വർക്ക് ഒരു 10-12 മണിയാകുമ്പോഴേക്കും കഴിച്ച് ഞാൻ പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആ കോടതിയിൽ എല്ലാ ദിവസവും മറ്റ് 2-3 പോലീസുകാരും ഉണ്ട്, ഞാനും ഉണ്ട്. എല്ലാ ദിവസവും ആ കോടതിയിൽ ട്രയൽ സമയത്ത് എനിക്ക് വക്കാലത്ത് മാറി വന്നതിന് ശേഷം, അതിക്ക് മുന്നേ സഞ്ജയ് എന്ന അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ ചെന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ട്രയൽ മുഴുവൻ കണ്ടിട്ടുമുണ്ട്, ഹിയറിങ്ങും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. റിപ്ലൈ കഴിഞ്ഞ് റിപ്ലൈക്ക് ആർഗ്യുമെൻ്റ് നോട്ട്, റിപ്ലൈ ആർഗ്യുമെൻ്റ് നോട്ട് പ്രോസിക്യൂട്ടർ ഫയൽ ചെയ്യണത് വരെ രാപ്പകലില്ലാതെ ഞാൻ നിന്നിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ റുട്ടീൻ അറിയണം. രാവിലെ 12:30 കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്കും കോടതി ഈ കേസ് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോരുമ്പോൾ ഞാനും പ്രോസിക്യൂട്ടറും ഒരുമിച്ചാണ് പോരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ 3 മണിയാകുമ്പോഴേക്കും എത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു 5 മണി, 5:30, 6 മണിയൊക്കെ ആകുമ്പോൾ കോടതി വീണ്ടും വിടുന്നു. ഞങ്ങൾ ചായ കുടിച്ച് നേരെ പ്രോസിക്യൂട്ടർ ഓഫീസിലിരിക്കുന്നു. ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ രാത്രി 12 മണി, 1 മണിയാവുമ്പോൾ ഞാൻ വീട്ടിലെത്തണത്. എൻ്റെ ഓഫീസിലെ വർക്കായിട്ടല്ല, അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വർക്കായിട്ടാണ്. അതെ, പക്ഷേ അഡ്വക്കേറ്റ് TB മിനി, ഈ വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രം എന്നൊരു കണക്ക്, അത് കോടതിക്ക് എവിടെ നിന്നാണ് അങ്ങനെ ഒരു കണക്ക് കിട്ടുന്നത്? അതിനുള്ള കൃത്യമായ മറുപടി താങ്കൾക്ക് ഉണ്ടോ? ഇപ്പോ ഇത്രയും മോശമായ രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഇരുന്നിട്ടുള്ള ചിലപ്പോഴൊക്കെ എനിക്കും ജീവിക്കണ്ടേ. 1-2 കേസിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്കിന് പോകുമ്പോഴല്ലാതെ ഈ റിപ്ലൈ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യണത് വരെ ഞാൻ അവിടെ ഉണ്ട്. പിന്നെ ഈ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ പ്രോസിക്യൂഷനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, എല്ലാ ദിവസവും എന്താണ് എന്നോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശത്രുത ഈ കേസിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിൽക്കാൻ ഈ നാട്ടിൽ ഒരു അഡ്വക്കേറ്റ്സിന് കഴിയില്ല. കാരണം അവർക്കൊക്കെ എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഈ അഡ്വക്കേറ്റ് വർക്ക് നടത്തുന്നത്. അവർക്ക് ഇത്രയധികം സമയം പൈസ പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡിക്കേഷനിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.